ഹായ് എവരിബഡി, ഇന്ന് നമുക്കൊരു അടിപൊളി ഫിഷ് കറി ഉണ്ടാക്കിയാലോ. ഫിഷ് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ആദ്യമേ തന്നെ ഫിഷ് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ അളവിനനുസരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് നന്നായി പൊട്ടുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പിടി ഉലുവ ഇടാം. ഇവയെല്ലാം നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർക്കണം. സവോള നന്നായി വഴറ്റിയതിന് ശേഷം ഒരു പച്ചമുളക് അരിഞ്ഞിടണം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായി പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇപ്പോൾ പൊടികൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുവാണ്. ഇനി മീൻകറിക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഈ മസാല ഒഴിക്കാം. നമ്മൾ ഈ ഫിഷ് കറി വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാം ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് വെക്കാം. അടുപ്പിൽ തീയെല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. നന്നായി വെന്തതിന് ശേഷം നമുക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചൊടി ചേർത്ത് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാവുന്നതാണ്. കുറച്ച് നേരം ശേഷം ഇത് സെർവ് ചെയ്യുന്നെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുന്നതിന് സഹായിക്കുന്നത്.